കുറച്ച് മുൻപ് വരെ നീ രക്ഷപ്പെടുമെന്ന് പോലും എനിക്കാരോടും തറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ നിന്റെ പൾസെല്ലാം നോർമൽ ആണല്ലോ. പാമ്പിനെ പോലെയാണ് സാർ ഞാൻ. വാല് മുറിഞ്ഞില്ലെങ്കിൽ ജീവൻ വെച്ച് വരും. ബ്ലീഡിംഗ് ഒക്കെ നിലച്ചല്ലോ. അങ്ങനെ ഒരിക്കലും സംഭവിക്കേണ്ടതല്ല. ഈ അടുത്തൊന്നും ഒരു ആക്സിഡന്റ് കേസ് ഇത്രയും സീരിയസ് ആയി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അത്രയും ക്രിട്ടിക്കലായിരുന്നു മാർക്കോ നിന്റെ കണ്ടീഷൻ. ദേ ഇപ്പൊ പുറത്ത് നിൽക്കുന്ന കണ്ണനോട് സംസാരിച്ചപ്പോ പോലും ഞാൻ അതേപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ. എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട് ഡോക്ടറെ. കണ്ണൻ സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു കുഴപ്പമില്ല. അയാളുള്ളതുകൊണ്ടാണ് നീ പെട്ടെന്ന് ഇവിടെ എത്തിയത്. നിനക്കിപ്പോ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ദേ ഡോക്ടറെ നോക്ക്. ഞങ്ങളുടെ മിടുക്കല്ല ഇവിടെ കണ്ടത്, നിന്റെ മനസ്സിന്റെ ധൈര്യമാ. ഞാനൊരു പരലോകത്തേക്ക് പോയിട്ടാ ഡോക്ടറെ വന്നത്. അതെ, ഏതോ ഒരു ലോകത്തൂടെ ഒഴുകി നടക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അതായിരിക്കും ചിലപ്പോ മരണത്തിന് ശേഷമുള്ള ലോകം. എന്തായാലും ഇനി പെട്ടെന്ന് അങ്ങോട്ട് പോയില്ല. അതെ, അമിത ആത്മവിശ്വാസമൊന്നും വേണ്ട. ഞാൻ ഒന്നുകൂടി ഒന്ന് ഒബ്സർവ് ചെയ്യട്ടെ. ഒരുത്തനെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവനും സീരിയസ് ആണെന്ന് അറിഞ്ഞത്. ആ മേഘനെ. അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ഞാൻ ഡോക്ടറെ കണ്ടിട്ട് അങ്ങോട്ടാ പോയത്. അപകടം നടന്ന സ്ഥലത്തിനടുത്തുള്ള ഏതോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവരുടെ കയ്യിൽ നിൽക്കാത്തോണ്ടാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. ബോധമില്ലെന്നാ അറിഞ്ഞത്. ഉടനെ അവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റും. അവൻ ചത്തില്ലല്ലേ? അവന് ബോധം വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലും അവൻ പറയും എനിക്ക് വീൽ ചെയറിന്റെ സഹായം വേണ്ടെന്ന്. എന്തായാലും മാർക്കോയ്ക്കൊപ്പം ഞാനിവിടെ കുറച്ച് ദിവസം കാണുമല്ലോ സാറേ. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടുകാർ ഒരുപാട് പേര് വന്നും പോയി ഇരിക്കും. അതിനിടയിൽ അവന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടായിക്കോളാം. അല്ല സാറേ, ഡോക്ടർ എന്താ പറഞ്ഞത്? ഇപ്പം അകത്തോട്ട് പോയായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ എല്ലാം സാറിനോട് പറഞ്ഞു എന്നാ പറഞ്ഞത്. പ്രതീക്ഷയ്ക്ക് വക തരുന്ന രീതിയിലൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ ലോപ്പസേ. എന്റെ സാറേ, അവനൊരിക്കലും ഇങ്ങനൊരു വിധി വരാൻ പാടില്ലായിരുന്നു. അവൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ചങ്ക് പറിച്ചെടുത്തതുപോലെയാ സാറേ. പിന്നെ ജീവിക്കണോ മരിക്കണോന്ന് തീരുമാനിക്കേണ്ടി വരും. ഒന്നും സംഭവിക്കില്ല എന്ന് കരുതാൻ ലോപ്പസേ. ഞാൻ മാത്രമല്ല, മാഹി ഉൾപ്പെടെ അവനെ സ്നേഹിക്കുന്ന എല്ലാവരും അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം കൂടെ നിൽക്കുമെന്ന് കരുതാം. സർ, ഡോക്ടർ. എന്തായി സർ? ഞങ്ങൾ ഡോക്ടർമാര് ചില ആൾക്കാർ മരണത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ മിറാക്കിൾ എന്ന് പറയാറില്ലേ? അങ്ങനെ പറയേണ്ട അവസ്ഥയില്ല ഞാനിപ്പോ. കുറച്ചു മുമ്പ് ഞാൻ കണ്ണനോട് സംസാരിക്കുമ്പോ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെയല്ല കാര്യങ്ങള്. BP ഒക്കെ നോർമലായി. അയാൾ കണ്ണു തുറന്നു, സംസാരിച്ചു.